എല്ലാവർക്കും എൻ്റെ തിരുവോണദിനാശംസകൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എങ്ങനെ ഒരു PC ഉപയോഗിക്കാതെ ഫോണിലുള്ള സോങ്സിൻ്റെ ബീറ്റിനനുസരിച്ച് വർക്കാവുന്ന ഒരു മ്യൂസിക് സ്പെക്ട്രം ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ യൂട്യൂബിൽ പലതരം ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ് കൈൻ മാസ്റ്റർ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോസിലൊന്നും നമ്മുടെ സോങ്സിൻ്റെ ബീറ്റിനനുസരിച്ച് സ്പെക്ട്രം വർക്കാവുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. PCയുടെ ആവശ്യം വരുന്നില്ല. ഒരേ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ആൻഡ്രോയിഡിലും iOSലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരേ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആപ്ലിക്കേഷൻ്റെ പേര് CHKSND എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇതിൽ ഫ്രം സ്ക്രാച്ച് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയി വരുന്നത്. ഇതിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി പിക്ക് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺസിൽ ഫയൽസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിന്നൊരു സോങ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓഡിയോ അനാലിസിസ് സ്റ്റാർട്ടഡ് എന്ന് താഴെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മുടെ സോങ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ലെയർ ആഡ് ചെയ്യാൻ വേണ്ടി സ്പെക്ട്രമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി മേളിൽ പ്ലസ് ഐക്കൺ ഉണ്ട്. ആ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ലെയറാണ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇമേജ്, സ്പെക്ട്രം, ടെക്സ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇമേജ് ലെയർ ആഡ് ചെയ്യാം. അപ്പോൾ ഇമേജ് ലെയറിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിക്ക് ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ അതിനുള്ള ഇമേജിൻ്റെ പലതരം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഒപ്പേസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ബൂസ്റ്റ് ലെവൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബൂസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ സ്പെക്ട്രം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സോങ്ങിൻ്റെ ബീറ്റ് അനുസരിച്ച് നമ്മുടെ ഇമേജ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബൂസ്റ്റ് ലെവൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സ്പെക്ട്രം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ ബൂസ്റ്റ് ലെവൽ 0ലാണ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ലേഔട്ട് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് താഴെ കിടക്കുന്ന ബാറുകൾ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഒരു ബാർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നമുക്ക് പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യാൻ മേലുള്ള. പിന്നെ നമുക്ക് സ്പെക്ട്രം ആഡ് ചെയ്യാം. സ്പെക്ട്രം ലെയർ സെലക്ട് ചെയ്യുക. പിന്നെ സ്പെക്ട്രം ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്പെക്ട്രം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് സെലക്ട് ആയി കിടക്കുന്നത് ബാർ എന്ന് പറയുന്ന സ്പെക്ട്രമാണ്. അപ്പോൾ നമുക്ക് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് ലെയർ ടൈപ്പുള്ള സ്പെക്ട്രമാണ് വർക്കാവുന്നത്. പിന്നെ ബാർ അപ്പ് ഉണ്ട്, ബാർ ഡൗൺ ഉണ്ട്, സർക്കിളുണ്ട്, സർക്കിൾ ഇന്നുണ്ട്, സർക്കിൾ ഔട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്പെക്ട്രം സെലക്ട് ചെയ്യുക. അടുത്തത് സ്പെക്ട്രത്തിൻ്റെ കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കളർ ആവശ്യമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്പെക്ട്രത്തിൻ്റെ ഹൈറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര ഹൈറ്റിൽ വരെ ഫ്രീക്വൻസി പോകണമെന്നുള്ളത്. പിന്നെ ഒപ്പേസിറ്റിയും ഒക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്ക് ആവശ്യാനുസരണം ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒപ്പേസിറ്റിയാണ് കാണിക്കുന്നത്. ഒപ്പേസിറ്റി നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പെക്ട്രം ഏത് രീതിയിലാണോ വേണ്ടുന്നത് ആ രീതിക്ക് അനുസരിച്ച് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അടുത്ത് നമുക്ക് ഗ്ലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ഒരു കളർ കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോ ബാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്പെക്ട്രത്തിന് ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ടൈപ്പ് നമ്മളെല്ലാം ഈ NCS വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്പെക്ട്രം വർക്കാവുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം ഇത് ഫുള്ള് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യാനുസരണം നമ്മുടെ സ്പെക്ട്രം കസ്റ്റമൈസ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് മേളിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു ടെക്സ്റ്റ് ലെയറും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുകയാണ്. അവിടെ ടെക്സ്റ്റ് ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ കിട്ടും. ഇവിടെ ഞാൻ എൻ്റെ ചാനലിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം യൂസ് കൊടുക്കുക മതി. അപ്പോൾ നമുക്കിനി ടെക്സ്റ്റിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് അലൈൻ ചെയ്യാൻ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് ഒക്കെ അലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് ഫോണ്ടൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബോൾഡൊക്കെ ആക്കാൻ കൊടുക്കാം. പിന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ അതനുസരിച്ച് എവിടെയാണ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് വേണ്ടുന്നത് ആ ടെക്സ്റ്റ് ആ സ്ഥലത്തനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ സെൻറ്ററിൽ തന്നെയാണ് അലൈൻ ചെയ്ത് വയ്ക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. PC ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അത് കറക്റ്റ് ചെയ്തു വരാൻ ഒത്തിരി സമയം എടുക്കും. ഇത് നമുക്ക് ഫോണിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ബൂസ്റ്റ് ലെവലിൽ നമുക്ക് ഈ ടെക്സ്റ്റിലും കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റും അതനുസരിച്ച് ഫ്രീക്വൻസി അനുസരിച്ച് നമുക്ക് വർക്കാവുന്നതാണ്.
ടെക്സ്റ്റിന് കളറും കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്പെക്ട്രത്തിന് ഒരു ഇമേജ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മുകളിൽ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. ഒരു ഇമേജ് ലെയറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഇമേജിലാണ് നമ്മളിവിടെ സ്പെക്ട്രത്തിനുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇമേജും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ആ സ്പെക്ട്രത്തിൻ്റെ അതേ സൈസിൽ ഈ റൗണ്ട് ഇമേജ് റീസൈസ് ചെയ്ത് കൊടുക്കണം. റീസൈസ് ചെയ്ത് സ്പെക്ട്രത്തിൻ്റെ അതേ റൗണ്ടിൻ്റെ അതേ സൈസിൽ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ കൂടിയാണ്. അത് നമുക്ക് വേറെ ചിലവുകളൊന്നും ഇതിൽ വരുന്നില്ല. PC തികച്ചും നമുക്ക് ഒഴിവാക്കി ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാം, iOS രണ്ടിലും ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. പിന്നെ ഇതിൽ നമുക്ക് 2 ക്വാളിറ്റിയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പം 720യിലും എക്സ്പോർട്ട് ചെയ്യാം, 1080pയിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ എളുപ്പം നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് സ്പെക്ട്രത്തിൻ്റെ. അത് നമ്മുടെ ഫോണിൻ്റെ ബീറ്റ് അനുസരിച്ച് വർക്കാവുന്ന ഒരു സ്പെക്ട്രം കൂടിയാണത്. അതിനുശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വീഡിയോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മേളിലൊരു എഡിറ്റ് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെയർ ആവശ്യാനുസരണം മേളിലോട്ടും താഴോട്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇതനുസരിച്ച് ഒരു ലെയർ മുമ്പിൽ വരണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ബാക്കിലുള്ള ഇമേജ് ഫ്രണ്ടിൽ വരണമെങ്കിൽ ഇവിടുത്തെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് മേളിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സേവ് ആവുന്നതായിരിക്കും. ഇനി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്വാളിറ്റി ഫസ്റ്റ് ചൂസ് ചെയ്യുക. ക്വാളിറ്റി ചൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മ്യൂസിക് സ്പെക്ട്രം വീഡിയോ മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുന്ന വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.